ഹലോ, ഇന്നിതാ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിക്സാക്ക് പ്രിന്റിൽ വരുന്ന ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാവേ. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കുർത്തിയുടെ പാറ്റേൺ നമ്മൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു യോക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി, പിന്നെ നമ്മുടെ ആം ഹോൾ അടയാളപ്പെടുത്തി ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്, ആ യോക്ക് പോർഷൻ്റെ ആ ലെങ്ത് വരുന്നത് ഒരു 13.5 ഇഞ്ചിലാണ്. അത് ഓരോരുത്തരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ അനുസരിച്ചാണ് നമ്മളത് എടുക്കുന്നത്. ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ നമ്മൾ ആ ഒരു ഇറക്കം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 13.5 ഇഞ്ചൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തേ. പിന്നെ അതിൽ നിന്ന് ഒരു 5 ഇഞ്ച് ഒന്ന് കയറ്റിയിട്ടാണ് ആ ഒരു സൈഡ് ഭാഗം, നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തോട്ട് വരുന്നിടം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോണേ. 13.5 നിന്നൊരു 5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പോർഷൻ. അങ്ങനെ അതാ നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈക്വലായിട്ട് നടുക്ക് വശത്തു നിന്നും ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇതിൽ നമുക്ക് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒരു പാർട്ടീഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ 2 പീസ് നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലത്തേക്കുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതും നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, പിന്നെ നമ്മുടെ ആം ഹോളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയത് കൊണ്ടുപോകാത്തത്, കാണിക്കാത്തത്. അപ്പം അതുപോലെ നമുക്ക് ഈ ബാക്ക് പോർഷൻ അതുപോലെ നെക്കും ഒക്കെ കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മുടെ തന്നെ ഒരു മെറ്റീരിയലാണ്. കസ്റ്റമർ പിന്നെ വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാറ്റേണുമായിട്ട് അവിടെ എൻ്റെ അടുത്ത് വരും. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിതിൻ്റെ അടിഭാഗം ഇതുപോലെ 2 ഇഞ്ച് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ അടിയിലേക്ക് നമ്മളിതാ ഇതുപോലെ ഒരു പടി ചേർക്കുന്നുണ്ട്. അവിടെ നമ്മൾ ലേസിൻ്റെ അറ്റാച്ച്മെൻറ്റോടെ ഒക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ താഴേക്ക് വരുന്ന ആ ഒരു പ്ലീറ്റ്സിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം യോക്കിൻ്റെ ലെങ്ത് നമ്മൾ കുറച്ചിട്ട് വേണം ആ ഒരു മെറ്റീരിയൽ താഴേക്ക് എടുക്കാൻ. പിന്നെ ഇതാ ഇതുപോലെയാണ് ആ പ്ലീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലീറ്റ്സ് നല്ല കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു 44 ഇഞ്ച് വരുന്ന വീതി വരുന്ന തുണി കട്ട് ചെയ്യാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്തെ ആദ്യത്തെ ഒരു വശത്തിൻ്റെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സുകൾ ഇട്ടെടുക്കുക. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സുകൾ ഇട്ടെടുക്കണം. അത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ നീറ്റായിട്ട് കിടക്കും. സ്റ്റീം അയൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാ അയൺ ബോക്സ് കൊണ്ടിട്ടാണ് നമ്മൾ ഇത് തേച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം നീറ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ലെങ്കിൽ നോക്കാം, കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ നൂൽ വിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് നമ്മുടെ അയൺ ബോക്സ് കൊണ്ട് പ്ലീറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ആ യോക്കിൻ്റെ പോർഷൻ ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ചോക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാതെ അതിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം വരുന്നിടമാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ വെച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് നീറ്റായിട്ട് തന്നെ അവിടുത്തെ ആ ഒരു എല്ലാം ആ ഒരു അളവുകളൊക്കെ ശരിയായിട്ട് തന്നെ കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ത്രികോണം പോലെ അവിടെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു ത്രികോണം പോലെ വരുന്നത് കറക്റ്റായിട്ട് കിട്ടുക. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഒരു അവിടെ ഒരു സ്ട്രെയിറ്റ് പോലെ തന്നെ വന്നത് കണ്ടോ കറക്റ്റിൽ. അപ്പം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കി എക്സസ് വന്ന് അകത്ത് വരുന്ന ആ പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇനി അടുത്ത സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന്
അയൺ ചെയ്ത് പ്ലീറ്റുകളൊക്കെ അയൺ ചെയ്ത് ഇതുപോലെ തന്നെ പിടിപ്പിക്കേണ്ടതാണ്. ഇതാണ് എക്സസ് വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി പതിച്ചുകൂടി അടിച്ചെടുക്കണം അതിൻ്റെ മുകൾ ഭാഗം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മുടെ പ്ലീറ്റ്സുകളൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത അതർ സൈഡാണ് ഇത് വരുന്നത്. ഫ്രണ്ടിലത്തെ തന്നെ അതർ സൈഡാണ്. അപ്പോൾ ഇത് നമ്മൾ പ്ലീറ്റ്സ് തേക്കാൻ ഇങ്ങനെ നിവർത്തിയിട്ട് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത്. ഇതുപോലെ ആ പ്ലീറ്റ്സ് നമ്മളിങ്ങനെ പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അയൺ ചെയ്ത് മാറ്റാൻ പറ്റുമേ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിച്ചുകൾ നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ പ്ലീറ്റ് കിട്ടുവേ. കുഴപ്പമില്ലാതെ, ഒരുപാട് കറക്റ്റാന്നല്ല പറഞ്ഞെങ്കിൽ ഏകദേശം കുഴപ്പമില്ലാതെ നമുക്കത് കിട്ടുവേ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് നമ്മളിനി തേച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡും നമ്മൾ അപ്പുറം തയ്ച്ചതുപോലെ തന്നെ ആ ഒരു മാർക്ക് ആദ്യം ചെയ്തതിന് ശേഷം നമ്മളത് കണ്ട് തിരിച്ചിട്ടിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് വശം ഏകദേശം ഒരുപോലെ തന്നെ വരുവേ. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് അളവ് ഏകദേശം ഒരുപോലെ അരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ത്രികോണം വരുന്ന വശം കറക്റ്റായിട്ട് വരത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്കിത് കാണുമ്പോൾ കറക്റ്റായിട്ട് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ ഇതുപോലെയാണ് ഫ്രണ്ട് ഭാഗം വരേണ്ടത്. ഇനി നമ്മളിത് 2-3 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മളത് പതിച്ചടിച്ചെടുക്കുകയാണ് ഫ്രണ്ട് പീസ്. രണ്ട് സൈഡും അതുപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നെക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടി കഴുത്ത് അടഞ്ഞു പോകും. നമ്മൾ സാധാരണ ഒരു ലെങ്തിലും വണ്ണത്തിലും വീതിയിലും ഒക്കെ വെട്ടിയാൽ. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാ ചെയ്യുന്നതിനെക്കാട്ടി ഒരു 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ചൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു നെക്കാണെങ്കിൽ നമ്മൾ ഇച്ചിരിയുടെ വലുതാക്കി വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സിബ് ഞാൻ ഒരു സൈഡിൽ ഇതുപോലെ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ മുകൾ ഭാഗത്ത് തൊട്ട് തുടങ്ങി താഴേക്ക് ഞാൻ ഇതുപോലെ വെച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ഞാൻ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്തത് തമ്മിൽ ജോയിൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഒരു നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് നമ്മൾ അടയാളം ചെയ്ത് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്കിത് എത്രയാണോ കറക്റ്റായിട്ട് വരേണ്ടത് അത്രയും നമുക്കല്ലേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ചതുര മോഡലിലത്തെ ഒരു കഴുത്താണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത്. ഒരു സ്വീറ്റ് ഹാർട്ടിൻ്റെ ഒക്കെ പോലുള്ള ഒരു കഴുത്താണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സിബ് നടുക്ക് അറ്റാച്ച് ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഫൂട്ട് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവിസിബിൾ സിബ് നമുക്ക് കറക്റ്റിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഈ ഇൻവിസിബിൾ സിബിൻ്റെ അറ്റാച്ച് ചെയ്യുന്ന ഫൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ മെഷീനിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ സിബ് ഒന്ന് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ അരികിലൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവേ. ഇതുപോലെ സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് നമ്മൾ ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ജോയിൻറ്റ് പോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സിബ് അറ്റാച്ചായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുവേ. അപ്പോൾ അവിടെ ഒരു സിബ് ഉണ്ടെന്ന് പോലും നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല. അതുപോലെ തന്നെ നല്ല ലെങ്തിലുമാണ് നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. സാധാരണ ഈ മെറ്റേണിറ്റി വെയറിനകത്തൊക്കെ വരുമ്പം ചെറിയ രീതിയിലായിരിക്കും സിബുകളൊക്കെ വരുന്നത്. അപ്പം ഈ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യുന്ന അമ്മമാർക്ക് ഭയങ്കര പാടായിരിക്കും അത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ കുറച്ചും കൂടി ആ ലോങ്ങില നല്ല ആ സിബിൻ്റെ ലെങ്ത് എത്ര വരുന്നോ അത്രയും ലെങ്ത് വെച്ചിട്ടാണ് ഞാനിവിടെ ആ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതുപോലെ പാല് കൊടുക്കാനൊക്കെ പറ്റുക.
ഇനി ഇതാ നമ്മൾ വീണ്ടും ഒരു ഫോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബീഡ്സിനകത്തൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തൊരു വൈറൽ ഫോട്ട് ഉണ്ടല്ലോ, ആ ഫോട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ സൈഡ് ഇനി ഇത് തമ്മിൽ ജോയിൻ്റ് ആക്കുന്നത്. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ഓപ്പണായി കിടക്കുന്ന വശം നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഫൂട്ട് കൊണ്ടുള്ള ആകെ ഉപയോഗം എനിക്ക് ഇതൊക്കെയാണ് തോന്നുന്നത്. നമുക്ക് ലേസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വർക്ക് വരുന്ന ലേസിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാനും, പിന്നെ അതുപോലെ തന്നെ ഇൻവിസിബിൾ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ താഴ്ഭാഗം ജോയിൻ്റ് സ്ഥലം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഫിനിഷിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൂട്ട് ഉപയോഗിക്കുന്നത്. എനിക്കെന്തോ ഈ ഫൂട്ടൊന്നും വർക്കായിട്ട് തോന്നിയിട്ടില്ല. ബീഡ്സ് വർക്കൊക്കെ ഉള്ള തിക്കായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഞാൻ തയ്ച്ചു നോക്കിയായിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന അല്ലാതെ പെട്ടെന്ന് നീങ്ങി പോകത്തില്ല, നമുക്ക് കറക്റ്റായിട്ടൊന്നും തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു പോരായ്മ എനിക്ക് തോന്നി. പിന്നെ ഇതാ ഇവിടെ നമുക്കൊന്ന് തേച്ചും കൂടി എടുക്കുമ്പോൾ അവിടെ നീറ്റായിട്ട് കിട്ടുക. അപ്പം നമ്മുടെ ആ ഒരു വി ഷേപ്പിൽ വരുന്ന ഭാഗം ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കഴുത്ത് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ സിബ് അറ്റാച്ചായിട്ട് ഫ്രണ്ടിൽ വരുന്നത്. അതാ ഇതുപോലെ ഇത്രയും ലെങ്തിലാണ് നമ്മുടെ ആ ഒരു സിബ് വരുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ കഴുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണമേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തൊന്നും അറ്റാച്ച് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോവും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബോട്ടിക് സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുർത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡ് പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചാണ് വെട്ടിയിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ ടക്ക് കൊടുത്തിട്ടുണ്ട്, 2 ടക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് അടിക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റിൽ ബാക്ക് ഇരിക്കാൻ വേണ്ടി 2 ടക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇതുപോലെയാണ് ഇൻവിസിബിൾ സിബ് സെൻറ്ററിൽ കൂടെ വരുന്നത്. പിന്നെ ഈ ഒരു വി ഷേപ്പ് കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.